മോത്തി, നിലവിൽ SDRFിൻ്റെ സംഘമാണ് അങ്ങോട്ടേക്ക് തെരച്ചിലിനായി വന്നിട്ടുള്ളത്. 5:30യോടുകൂടി തന്നെ തെരച്ചിൽ തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അല്പം വൈകിയാണ് ആ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊപ്പം ജിതിന് ചേരുകയാണ്, ബന്ധു. ഇന്നലെയൊക്കെ നമ്മൾ അതിനടുത്ത് വരെ പോയിരുന്നല്ലോ, ഇന്ന് അത്ര പോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ കടത്തി വിടണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്താ അതിന് കാരണം പറയുന്നവർ? കാരണം ഇപ്പോൾ അന്ന് അവർക്ക് അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ കിട്ടിയതെന്നാണ് പറഞ്ഞത്. നിലവിൽ എന്തൊക്കെ വിവരം ഇവരുടെ ഭാഗത്ത് ലഭിക്കുന്നത്? എങ്ങനെ ഇവിടെ കാത്തിരിക്കാനാണോ തീരുമാനിക്കുന്നത്? ഇല്ല, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോ നോക്കട്ടെ എങ്ങനെയാണ്. ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ അവർ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, അവർ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ആവുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇവിടുത്തെ വരെ പെർമിഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ടെന്നാണ്. അതിലെങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷ അത് ഇവിടെ എത്തിയാലേ ഞങ്ങളത് വിശ്വസിക്കുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് അതാണ് മനസ്സിലായത്. എന്ത് പറഞ്ഞാൽ അതിന് വിപരീതമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളൂ. നിങ്ങൾ പറയുന്നത് ഇന്നലെ രാത്രി നിർത്തിവെച്ച അടക്കം ഇത്തരത്തിലുള്ള വിപരീത ഒരു ഇതായിരുന്നു എന്നാണോ? നിർത്തിവെച്ചത് സ്വാഭാവികമാണല്ലോ. വിപരീതം നമുക്ക് എഗൈൻസ്റ്റ് തന്നെ ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ ഇതിന്ന് 5-ാം ദിവസമാണല്ലോ. ഈ 4 ദിവസം നടന്ന തെരച്ചിലും തൃപ്തിയില്ല നിങ്ങൾക്ക്? തൃപ്തിയില്ലെങ്കിൽ നമുക്ക് അവനെ കിട്ടിയാലേ നമുക്ക് തൃപ്തി. അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങൾ 4 ദിവസം മുന്നേ എത്തി. 4 ദിവസം മുമ്പ് എത്തിയിട്ടും ഈ പരിശോധന അർജുൻ ഇവിടെ ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പരിശോധനയ്ക്കും തയ്യാറായില്ല എന്നാണ്. ഇല്ല, അവര് ആദ്യത്തെ 2 ദിവസം അവര് അവിടെ ഉണ്ട് തന്നെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞത് പുഴയിലേക്ക് വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും, അവിടെ താഴെ ഉണ്ടാകും. ഞങ്ങൾ എക്സാക്ട് സ്പോട്ട് അടക്കം പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെ ഒരു ഇതും ഒന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഞങ്ങൾ പറഞ്ഞത് അവനെ തിരിച്ചു എടുക്കണം എത്രയും പെട്ടെന്ന്. പോസിറ്റീവായിട്ടുള്ള സമീപനം ഇവരെ ഭാഗത്തുനിന്നില്ലേ? ഇന്ന് ഉണ്ട്. ഇന്നിപ്പോൾ ഇതായും പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് കാര്യമില്ല. അവിടെ എത്തി കണ്ടാലേ എന്തെങ്കിലും നമുക്ക് ഇതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് തെരച്ചിൽ നടത്തിയിട്ട് കാണാൻ പറ്റിയില്ല. ഇന്ന് റഡാർ സംവിധാനം ഉപയോഗിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, പ്രതീക്ഷയുണ്ട്. അങ്ങനെ ചെയ്താൽ പ്രതീക്ഷയുണ്ട്. പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ജിതിൻ, ഇവിടെ നിങ്ങൾ 4 ദിവസം മുമ്പ് അപകടം നടന്നതിന് പിന്നാലെ വന്നു എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ വിവരം അറിയുന്നത് 3 ദിവസം കഴിഞ്ഞാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? ആരോടെങ്കിലും അറിയിച്ചു? അല്ല, നമുക്ക് ഏകദേശം അന്ന് ഈ ഇൻസിഡന്റ് നടന്ന അന്ന് തന്നെ ഇവർക്ക് ഓണർക്ക് ഏകദേശം അറിഞ്ഞിട്ട് തന്നെ ഞങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ബേസിലാണ് നമ്മൾ കയറിയത്. പക്ഷെ അത്രയും കൺഫേം അല്ല. ബിക്കോസ് ലാസ്റ്റ് ലൊക്കേഷനാണ് GPS കണ്ടെങ്കിലും ഇൻ കേസ് ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിക്ക് കാട്ടിലെങ്ങാനും കുടുങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. നമ്മളെ ഹോപ്പെല്ലാം അവൻ ഇവിടെ വഴി തെറ്റി ഇനി കാട്ടിൽ കുറേ വണ്ടികൾ കാട്ടിൽ റേഞ്ചില്ലാതെ ട്രാഫിക് ജാമായി കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൽ പെട്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് അങ്ങോട്ട് പോകാന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. കോഴിക്കോട് ആരെങ്കിലും അധികൃതരെ അറിയിച്ചിരുന്നു? കോഴിക്കോട് നമ്മൾ ചെവാർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തെരച്ചിൽ നിർത്താനും രക്ഷാപ്രവർത്തനത്തിൽ പ്രതികൂലമായി പറയുന്നത് ഈ കനത്ത മഴയാണ്. അതിപ്പോൾ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി മഴയും ഒരു പ്രശ്നമായി തന്നെ തോന്നുന്നു. അതെ, നമുക്ക് അപ്പോൾ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗവൺമെന്റും നമുക്ക് ഇവിടെ എല്ലാവരും ചെയ്യേണ്ട കാര്യം. അതിനുള്ള ഫെസിലിറ്റി ആ രീതിയിൽ എങ്ങനെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫെസിലിറ്റി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യം. കൃത്യമായ ഒരു വിവരം നൽകിയിട്ട് അമാന്തം തുടർന്നു എന്ന് തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും അത് തുറന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഉച്ച ശേഷം. അതറിയില്ല. അത് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, ഇന്ന് ആരും വിടരുത്. മാധ്യമങ്ങളടക്കം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനപ്പോൾ ഈ മൊബൈൽ ലൊക്കേഷൻ അതുപോലെ ഈ GPS-ന്റെ ലൊക്കേഷനൊക്കെ അവർക്ക് നേരത്തെ കൊടുത്തിട്ടും അത് കാര്യമായി എടുത്തില്ല എന്നാണല്ലേ? ഇല്ലല്ല, അത് എടുത്തിട്ടില്ല അവർ. നിങ്ങളോട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട? രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിലുള്ള പോലീസ് തരുന്ന വിവരം മാത്രമേ നമുക്ക് വണ്ടി അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷൻ മാത്രമേ നമുക്ക് ആദ്യത്തെ 2 ദിവസങ്ങൾ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ ഇന്നലെ ഉത്തര കന്നഡ SP അടക്കം പറഞ്ഞത് നിങ്ങളെ കൂടി വിശ്വാസം എടുത്തുകൊണ്ടുള്ള പരിശോധന തരത്തിലാണ് നടത്തുന്നത്. അതെ, നടക്കുന്നുണ്ടോ വെച്ചാൽ നമ്മൾ അവിടെ എത്തണമല്ലോ. അപ്പോഴല്ലേ നമുക്ക് ആ ഒരു വിശ്വാസം വരുള്ളൂ. നിങ്ങൾ കടത്തിവിട്ടം തന്നെയാണ് ആവശ്യപ്പെടുന്നത്? സംസാരിച്ചോ? ഇല്ലല്ല, ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കട്ടെ. ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ല, ഒഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ഈ നടത്തിയ തെരച്ചിലേക്ക് മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്നു. പക്ഷേ അനുകൂലമായി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അല്ലേ? ഇല്ലല്ല, ഇന്നലത്തെ സംവിധാനം അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഈ റഡാർ എത്തിയാൽ കൂടുതൽ അത് അങ്ങനെയാണ് പറയുന്നത്. അത് എത്തട്ടെ നമുക്ക്, എന്നിട്ട് നമുക്കത് സൈന്യത്തെ കൊണ്ടുവരണം തന്നെ. ഞാൻ ആ വാക്കിൽ ഞാൻ ഇന്നലെ മുതലേ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അത് മിനിഞ്ഞാന്നത്തെ ഉറപ്പായിരുന്നു നേവി വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നേവി അവരുടെ സ്ക്യൂബ ടീമായിരുന്നു. ആ സ്ക്യൂബ ടീം അവരെ ജോലി കഴിഞ്ഞിട്ട് അത് നിർത്തി. അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അത് അവിടെ ഇല്ലാന്ന് പുഴയത്തെ. എന്തായാലും ഇന്നൊരു അനുകൂലമായ ശുഭകരമായ ഒരു വിവരം പ്രതീക്ഷിക്കുന്നു അല്ലേ? പ്രതീക്ഷിക്കുന്നു.